പോസ്റ്റ് ഓഫീസിന്റെ പ്രതിമാസ വരുമാന പദ്ധതി ശ്രദ്ധ നേടുന്നു. കാരണം പ്രതിമാസം ഏകദേശം 9,250 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലെത്തും. ഏതൊരു പോസ്റ്റ് ഓഫീസ് ശാഖയിലും നിങ്ങൾക്ക് ഈ അക്കൗണ്ട് ആരംഭിക്കാം. ഇതുവരെ അക്കൗണ്ട് എടുത്തില്ലേ? എങ്കിൽ പെട്ടെന്ന് തന്നെ പോയിക്കോളൂ. സുരക്ഷിതമായ നിക്ഷേപത്തിലൂടെ സ്ഥിര വരുമാനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോസ്റ്റ് ഓഫീസ് നല്ലൊരു മാർഗം തന്നെയാണ്. അതെ, പോസ്റ്റ് ഓഫീസിന്റെ പ്രതിമാസ വരുമാന പദ്ധതി ഇപ്പോൾ ശ്രദ്ധ നേടുന്നുണ്ട്. കേന്ദ്ര സർക്കാർ നേരിട്ട് നടത്തുന്ന പദ്ധതി ആയതുകൊണ്ട് തന്നെ നിക്ഷേപം നടത്തിയാൽ 5 വർഷത്തേക്ക് എല്ലാ മാസവും കൃത്യമായ തുക നിങ്ങൾക്ക് വരുമാനമായി ലഭിക്കുമെന്ന് ഉറപ്പാണ്. കേന്ദ്ര സർക്കാരിന്റെ പിന്തുണ ഉള്ളതുകൊണ്ട് തന്നെ നിക്ഷേപത്തിന് പൂർണ്ണ സുരക്ഷയുമുണ്ട്. ഈ പദ്ധതിയുടെ പരമാവധി പ്രയോജനം ലഭിക്കുക ജോയിന്റ് അക്കൗണ്ട് ഉടമകൾക്ക് തന്നെയാണ്. ദമ്പതികൾക്കോ അല്ലെങ്കിൽ 3 പേർക്കോ ചേർന്ന് ജോയിന്റ് അക്കൗണ്ട് തുടങ്ങാൻ സാധിക്കും. ജോയിന്റ് അക്കൗണ്ടിൽ നിങ്ങൾക്ക് 15 ലക്ഷം രൂപ ഒരുമിച്ച് നിക്ഷേപിക്കുകയാണെങ്കിൽ 7.4% പലിശ നിരക്കിൽ പ്രതിവർഷം 1,11,000 രൂപ പലിശയായി കീശയിലെത്തും. ഇത് 12 മാസത്തേക്ക് വിഭജിക്കുമ്പോൾ പ്രതിമാസം 9,250 രൂപയാണ് അക്കൗണ്ടിലേക്ക് എത്താൻ പോകുന്നത്. ഇനി തനിച്ച് ഒരാൾ 9 ലക്ഷം രൂപ സിംഗിൾ അക്കൗണ്ടിൽ നിക്ഷേപിക്കുകയാണെങ്കിലും പ്രതിവർഷം 66,600 രൂപയെങ്കിലും ലഭിക്കും. അതായത് മാസം തോറും 5,550 രൂപ വരുമാനമായി ലഭിക്കുമെന്ന് ഉറപ്പാണ്. ഇനി അക്കൗണ്ട് തുടങ്ങാനും വളരെ എളുപ്പമാണ്. ഏതൊരു പോസ്റ്റ് ഓഫീസ് ശാഖയിലും ഈ അക്കൗണ്ട് ആരംഭിക്കാമെന്നത് തന്നെയാണ് ഇതിന്റെ പ്രത്യേകത. പ്രായപൂർത്തിയായവർക്കും 10 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കും സ്വന്തം പേരിൽ അക്കൗണ്ട് തുടങ്ങാം. 10 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കായി അവരുടെ രക്ഷിതാക്കൾക്ക് അക്കൗണ്ട് ആരംഭിക്കാമെന്നാണ് പറയുന്നത്. അക്കൗണ്ട് തുറക്കുന്നതിനായി ആധാർ കാർഡ്, പാൻ കാർഡ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ മാത്രമാണ് വേണ്ടത്. ഈ പദ്ധതിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് കുറഞ്ഞത് 1000 രൂപ മുതൽ നിക്ഷേപം നടക്കാമെന്നതാണ്. 1 വർഷത്തിന് മുമ്പ് പണം പിൻവലിക്കാൻ സാധിക്കില്ല. മറിച്ച് 1 മുതൽ 3 വർഷത്തിനിടയിൽ പിൻവലിച്ചാൽ നിക്ഷേപ തുകയുടെ 2% കുറയ്ക്കുന്നതാണ്. 3 മുതൽ 5 വർഷത്തിനിടയിൽ പിൻവലിക്കുകയാണെങ്കിൽ 1% തുക പിഴയായി ഈടാക്കും. ഈ പദ്ധതിക്ക് പ്രത്യേക നികുതി ഇളവുകളും ലഭ്യമല്ല. ലഭിക്കുന്ന പലിശ വരുമാനം നികുതിക്ക് വിധേയമാണ്. എന്തായാലും ഈ പദ്ധതിയിലൂടെ വിരമിച്ചവർക്കും സ്ഥിരമായ മാസവരുമാനം ആഗ്രഹിക്കുന്ന വീട്ടമ്മമാർക്കും ഏറ്റവും പ്രയോജനകരമായ ഒന്ന് തന്നെയാണെന്ന് പറയാം. 5 വർഷമാണ് പദ്ധതിയുടെ കാലാവധി. ആവശ്യമെങ്കിൽ കാലാവധി ശേഷം ഇത് വീണ്ടും പുതുക്കാൻ സാധിക്കും. സിംഗിൾ അക്കൗണ്ടിൽ പരമാവധി 9 ലക്ഷം രൂപ വരെയും ജോയിന്റ് അക്കൗണ്ടുകളിൽ 15 ലക്ഷം രൂപ വരെയും നിക്ഷേപിക്കാം. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.